കേരളം കണ്ട ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് അറിയാവുന്നത് ബോബി ചെമ്മണ്ണൂറിനാണ്. ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, തട്ടിപ്പാണ് തന്റെ ഉൽപ്പന്നം എന്ന് മാത്രം. എന്നാൽ ബോച്ചയെയും തോൽപ്പിച്ച് വെന്നിക്കൊടി പാറിക്കുകയാണ് പൃഥ്വിരാജ്. ഒരു വ്യത്യാസമുണ്ട് ബോച്ചയുമായി. പൃഥ്വിരാജിന്റെ ഉൽപ്പന്നം തട്ടിപ്പല്ല, അയാൾക്കറിയാവുന്ന പണി തന്നെയാണ് സിനിമ അഭിനയവും നിർമ്മാണവും. അത് പരമാവധി ആളുകളിൽ എത്തിക്കുക എന്നതായിരുന്നു പൃഥ്വിരാജിന്റെ ലക്ഷ്യം. അതിൽ പൃഥ്വിരാജ് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. മലയാൻ അനുകൂലവും എതിരും എന്ന തരത്തിൽ കേരളം തിരിഞ്ഞിട്ടുണ്ട്. മഹാഭൂരിപക്ഷം പേർ എമ്പുരാൻ അനുകൂലമാണ്, വലിയൊരു വിഭാഗം എമ്പുരാൻ എതിരാണ്. പക്ഷെ അനുകൂലമായി നിൽക്കുന്നവരും എതിരായി നിൽക്കുന്നവരും ഒരു കാര്യം പറയുന്നുണ്ട്: ഈ സിനിമ ലൂസിഫറിനേക്കാൾ മോശമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അനുകൂലമായി നിൽക്കുന്നവരുടെ കാര്യമാണ്. ഞാൻ പൃഥ്വിരാജിന് വേണ്ടി, എമ്പുരാന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് പേരോട് സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞു നല്ല സിനിമയാണല്ലോ, എന്താ കുഴപ്പം, കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ഒരൊറ്റ ചോദ്യം മാത്രം ചോദിച്ചു: ലൂസിഫർ ആണോ ഇതാണോ നല്ല സിനിമ? ഏകപക്ഷീയമായി പറഞ്ഞു ലൂസിഫറാണ്. അതായത് എമ്പുരാൻ ഫാൻസും തറപ്പിച്ചു പറയുന്നു ലൂസിഫറിന്റെ അത്രയും നല്ല സിനിമയല്ല.